ബ്രഹ്മപുരത്തെ ഒരു പൂങ്കാവനമാക്കി മാറ്റും എന്നത്. അത് ആ സന്ദർഭത്തിൽ കുറച്ച് അതിരുകടന്ന പ്രഖ്യാപനമോ അതിരുകടന്ന ആത്മവിശ്വാസത്തിൻ്റെ പ്രദർശനമോ ഒക്കെ ആയിട്ടാണ് പലരും കണ്ടത്. ധാരാളം പരിഹാസങ്ങളും ഉയർന്നു വരികയുണ്ടായി, വിമർശനങ്ങളും വന്നു. ഗവൺമെൻറ് പക്ഷേ കോർപ്പറേഷനോടൊപ്പം ഒരു ലക്ഷ്യം നിശ്ചയിച്ച് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ നടത്തിയത്. അത് ബ്രഹ്മപുരത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല, കൊച്ചി കോർപ്പറേഷനിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. അന്ന് നിയമസഭയിൽ തന്നെ മറ്റൊരു വാചകം കൂടി പറഞ്ഞത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ബ്രഹ്മപുരത്തെ ആപത്തിനെ ഒരവസരമാക്കി ഗവൺമെൻറ് ഉപയോഗിക്കും എന്നാണ്. ആപത്തിനെ ഒരു അവസരമാക്കി മാറ്റും എന്നാണ് പറഞ്ഞത്. ബ്രഹ്മപുരത്തുണ്ടായ തീപിടുത്തം എന്ന ആപത്തിനെ കേരളത്തെയാകെ മാലിന്യമുക്തമാക്കാനുള്ളൊരു അവസരമാക്കിയിട്ടാണ് മാറ്റിയത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ ഒരു സമഗ്രമായിട്ടുള്ള പരിപാടി തന്നെ അവതരിപ്പിക്കുകയുണ്ടായി. മാലിന്യ സംസ്കരണത്തിൻ്റെ മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരു കർമ്മ പദ്ധതി നിയമസഭയുടെ മുമ്പിൽ മുഖ്യമന്ത്രിയാണ് അവതരിപ്പിച്ചത്. ഇപ്പോൾ അതിലുണ്ടായ പുരോഗതിയാണ് നമ്മൾ കണ്ടത്. കേരളത്തിലാകെ ഉണ്ടായ പുരോഗതിയും കൊച്ചിയിലുണ്ടായിട്ടുള്ള പുരോഗതിയും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കൊച്ചിക്കും കേരളത്തിനും നൽകിയ വാക്ക് ഗവൺമെൻറ് ഇപ്പോൾ പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്യം കൈവരിക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ മാലിന്യ മലകൾ ഇവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. 75% ബയോമൈനിങ് പൂർത്തിയായി. 8,43,000 മെട്രിക് ടൺ മാലിന്യമുണ്ടായിരുന്നത്, അത്ര വലിയ മാലിന്യ മലയുണ്ടായിരുന്നത് 6,08,325 മെട്രിക് ടണ്ണും ബയോമൈനിങ്ങിലൂടെ നീക്കം ചെയ്തു. അതിലൂടെ 18 ഏക്കർ സ്ഥലം വീണ്ടെടുത്തു. അങ്ങനെ വീണ്ടെടുത്ത സ്ഥലത്താണ് ഇവിടെ ഒരു പൂന്തോട്ടം ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ വീണ്ടെടുത്ത സ്ഥലത്താണ് ഇവരൊരു വോളിബോൾ കോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ വീണ്ടെടുത്ത സ്ഥലത്താണ് അല്പം മുമ്പ് മേയറും MLAയും ഞാനുമെല്ലാം ക്രിക്കറ്റ് കളിച്ചതും. അപ്പം മാറ്റം വളരെ പ്രകടമാണ്. ആ വീണ്ടെടുത്ത സ്ഥലത്താണ് ഇത്തവണ റിപ്പബ്ലിക് ദിനാഘോഷം നടത്തിയത്. കളക്ടറല്ലേ പങ്കെടുത്തിരുന്നത്? അല്ല, ഇവിടെ റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി. അതോടൊപ്പം അന്ന് പ്രഖ്യാപിച്ച ബയോ CBG പ്ലാന്റിൻ്റെ, കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റിൻ്റെ നിർമ്മാണം ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. മാർച്ച് അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിൽ അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയും. ഞാൻ അവിടെയും ഇപ്പം ഞങ്ങളെല്ലാവരും പോയിരുന്നു. നിങ്ങൾ അതിൻ്റെ വിഷ്വൽ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. റെക്കോർഡ് വേഗത്തിലാണ് 150 ടൺ ജൈവമാലിന്യം പ്രതിദിനം സംസ്കരിച്ച് 15 ടൺ ബയോഗ്യാസ് ഉണ്ടാക്കുന്ന പദ്ധതി പൂർത്തിയാവുന്നത്. അത് പൈപ്പ് ലൈൻ ഉപയോഗിച്ച് നേരെ കൊച്ചി റിഫൈനറിയിൽ എത്തിച്ച് അവർ ഉപയോഗിക്കുന്ന തരത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ അവസാന ഘട്ടത്തിലാണ്. മിക്കവാറും മാർച്ച് അവസാനം അല്ലെങ്കിൽ ഏപ്രിലിൽ ഉദ്ഘാടനം ചെയ്യാൻ കഴിയും. മാത്രമല്ല, അത് കൊച്ചിയിൽ മാത്രം ഒതുങ്ങുന്നില്ല. കൊച്ചി ബയോ CBG പ്ലാന്റ് അവസാനിക്കുമ്പോഴേക്കും തിരുവനന്തപുരത്ത് അതുപോലെ കോഴിക്കോട് രണ്ടിടത്തും ബയോ CBG പ്ലാന്റിൻ്റെ നിർമ്മാണം BPCL തന്നെ ആരംഭിക്കും. ഇവിടെ പ്ലാന്റ് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ കേരളത്തിലെ മറ്റ് 2 പ്രധാന നഗരങ്ങളിൽ പ്ലാന്റിൻ്റെ നിർമ്മാണം ആരംഭിക്കും. ഇപ്പോൾ ഒരു മാസ്റ്റർ പ്ലാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിവിടെ ശ്രീ UV ജോസ് അവതരിപ്പിച്ചതാണ്. സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോജക്റ്റും ശുചിത്വ മിഷനും ചേർന്നാണ് സംയുക്തമായി ഈ മാസ്റ്റർ പ്ലാൻ 706.55 കോടി രൂപയുടെ കൊച്ചിക്ക് വേണ്ടിയിട്ടുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത്. ആ മാസ്റ്റർ പ്ലാൻ കഴിഞ്ഞ ദിവസം കോർപ്പറേഷൻ കൗൺസിലിൽ അവതരിപ്പിച്ചു. സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം അത് അവതരിപ്പിച്ചു. കൗൺസിലിൻ്റെ അംഗീകാരവും അതിന് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്ന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്.
ബ്രഹ്മപുരത്ത് മാത്രമല്ല മാലിന്യ കൂനകൾ ഇല്ലാതാവുന്നത് എന്നിവിടെ പ്രസന്റേഷൻ വ്യക്തമാക്കി. കേരളമാകെ ഈ വലിയ ഒരു പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിലെ ബ്രഹ്മപുരം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. വന്ന മാറ്റം ഇപ്പം ഞാൻ വിശദീകരിച്ചു. തൃശ്ശൂരിലെ ലാലൂർ ഒരു കാലത്ത് സ്ഥിരം സമരകേന്ദ്രമായിരുന്നു. ലാലൂർ മാലിന്യത്തിൻ്റെ പേരിൽ വാർത്തകളിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നൊരു സ്ഥലമാണ്. ഇന്ന് ലാലൂരിലെ മാലിന്യക്കൂന ഇല്ലാതായി എന്ന് മാത്രമല്ല, ഒരു സ്പോർട്സ് കോംപ്ലക്സ് വരികയാണ്. കോഴിക്കോട് ഞെളിയമ്പറമ്പ്, കോഴിക്കോട്ടെ ബ്രഹ്മപുരമായിരുന്നു ഞെളിയമ്പറമ്പ് എന്നത്. അതുപോലെ കൊല്ലത്തെ കുരീപ്പുഴയുടെ പേര് തന്നെ, അവിടുത്തെ ഈ ഡം സൈറ്റിന്റെ പേര് തന്നെ ചണ്ടി മുക്ക് എന്നാണ്, ചണ്ടി ഡിപ്പോ എന്നായിരുന്നു. ചണ്ടി ഡിപ്പോ എന്ന പേരായിരുന്നു. അവിടുത്തെ മാലിന്യമല നീക്കം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു വലിയ വാട്ടർ ടാങ്ക് പുറത്തു വന്നത്. അത് മൂടുന്ന തരത്തിലായിരുന്നു അവിടെ മാലിന്യമല, 14 ഏക്കറായി. ഇപ്പോ തിരുവനന്തപുരത്തിനും കോഴിക്കോടിനും ഒപ്പം റിഫൈനറി BPCL-നോട് കുരീപ്പുഴയിൽ കൂടി ഒരു CBG പ്ലാന്റ് ഉണ്ടാക്കണം എന്ന ആവശ്യം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് സജീവമായി പരിഗണിക്കാം എന്നവർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ഉടൻ നിർമ്മാണം ആരംഭിക്കും. മിക്കവാറും കൊല്ലത്തുകൂടി മറ്റൊരു CBG പ്ലാന്റ് കൂടി വരും. എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധ്യമല്ല എന്ന് കരുതിയ മാറ്റങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.